ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഹോളി റോസറി ചർച്ച് ദോഹയിലുള്ള മലയാളി കൂട്ടായ്മയുടെ ഈ നോമ്പുകാല ധ്യാനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ നമുക്ക് പ്രവേശിക്കാം. കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നയിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി യുദ്ധത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ദേവാലയം അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ദേവാലയത്തിൽ പോകാനോ ദിവ്യബലി അർപ്പിക്കുവാനോ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനോ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താനോ ഒന്നും നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ വീടുകളിലായിരുന്നു കൊണ്ട് ഓൺലൈനിൽ നമ്മളിപ്പോൾ ഈ ആരാധനയിലും വചന ശുശ്രൂഷയിലും പങ്കെടുക്കുന്ന ഈ സമയം കർത്താവ് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അതിവിശുദ്ധമായ കോണിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഹൃദയത്തിൽ അനുഭവിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സമാധാനത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരൂ 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 പരിശുദ്ധാത്മാവേ, വരൂ 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 യേശുവിനാത്മാവേ. പടം വരൂ 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 യേശുവിനാത്മാവേ, വരൂ 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 യേശുവിനാത്മാവേ. ആകാശം കീറി പറന്നിറങ്ങണമേ, ആകാശം കീറി പറന്നിറങ്ങണമേ. തീനാവുകളായി കത്തിപ്പടരണമേ, തീനാവുകളായി കത്തിപ്പടരണമേ. കരമടിച്ച് പാടാൻ. വരൂ 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 പരിശുദ്ധാത്മാവേ, വരൂ 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 യേശുവിനാത്മാവേ. ആകാശം കീറി കരങ്ങൾ ഉയർത്തി കരമടിച്ച്. തീനാവുകളായി കത്തിപ്പടരണമേ, ആകാശം കീറി പറന്നിറങ്ങണമേ. തീനാവുകളായി കത്തിപ്പടരണമേ. വചനമെഴുതിയ ആത്മാവേ, വാഗ്ദാനത്തിനാത്മാവേ, വെളിപാടിൻ്റെ ആത്മാവേ, കത്തിപ്പടരണമേ.
വചനം എഴുതിയ ആത്മാവേ, വാഗ്ദാനത്തിൻ ആത്മാവേ, വെളിപാടിന്റെ ആത്മാവേ, കത്തിപ്പടരണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് കത്തിപ്പടരണമേ, 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 കത്തിപ്പടരണമേ. വരു 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 പരിശുദ്ധാത്മാവേ, വരു 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 യേശുവിനാത്മാവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന. സമാധാനത്തിന്റെ സമാധാനമയക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സമാധാനമയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിലേക്ക് സമാധാനമയക്കണമേ. ഗൾഫ് മേഖലയിലേക്ക് സമാധാനമയക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇറാനെയും ഇസ്രായേലിനെയും യുഎസിനെയും ഖത്തറിനെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന. സമാധാനത്തിന്റെ ദൂതന്മാരെ അടഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞുകിടക്കുന്ന വിദ്യാലയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ മനസ്സുകളിലൂടെ കടന്നു പോകുന്ന ഭയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഞങ്ങളുടെ ഭയങ്ങളെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ സ്വയം ഞങ്ങൾ അങ്ങയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. സ്വയം അങ്ങയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരുകളെ, ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ ഭയവിഹലതകളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. സമാധാന രാജാവായ ഈശോയെ, ഹല്ലേലൂയ, സ്നേഹ രാജാവായ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ദിവ്യകാരുണ്യ തിരുമുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശകിരണങ്ങൾ നിന്റെ ഹൃദയത്തെ ഇപ്പൊ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുഹൃദയത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ നിന്റെ കുടുംബത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യുദ്ധം മൂലം സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ജോലികളിൽ പ്രയാസം അനുഭവിക്കുന്നവർ, ബിസിനസ്സിൽ പ്രയാസം അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, നാട്ടിൽ വരാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ, നാട്ടിൽ വന്നിട്ട് തിരിച്ച് എത്താനായിട്ട് പറ്റാതെ, ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ, പല പദ്ധതികൾ, ഹല്ലേലൂയ, മുടങ്ങിപ്പോയതിന്റെ ഭാരങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്നവർ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകിച്ച് നാട്ടിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടക്കാതെ പോകുന്നതിന്റെ, അതിന് എത്തിച്ചേരാൻ പറ്റാത്തതിന്റെ ഒക്കെ വിഷമങ്ങൾ, ഭാരങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്ക് പരീക്ഷകൾ എഴുതാനും പറ്റാത്ത സാഹചര്യങ്ങൾ യേശുവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷയെ, ഈ രാത്രിയിലുള്ള ഈ ശുശ്രൂഷയെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഇരുകരങ്ങളും നമുക്ക് ശിരസിൻ്റെ മുകളിൽ ഉയർത്തിപ്പിടിക്കാം.
നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ ഇപ്പോൾ ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ ഓരോരുത്തരും അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം ശക്തിയോടെ. അച്ഛനറിയാം, നിങ്ങൾ വീടുകളിലായിരിക്കും, ടി വിയുടെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ ഫോൺ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം നിങ്ങളായിരിക്കുന്ന ആ ഭവനം മുഴുവൻ നിറയുന്ന ഒരു അഭിഷേകത്തോടു കൂടി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനത്തോടുകൂടെ ഇരിക്കാം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം പതിഞ്ഞു കിടക്കുന്ന ചിന്തകൾ, പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന ചിന്തകൾ എന്ന് പറയുന്നത് കുരിശിൻ്റെ വഴിയുടെ ചിന്തകളാണ്. സമാധാനത്തിൻ്റെ 14 കാഴ്ചകളാണ് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കാണുന്നത്. എങ്ങനെ സമാധാനം സ്ഥാപിക്കാം എന്നതിൻ്റെ 14 കാഴ്ചകളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കുരിശിൻ്റെ വഴിയുടെ 1-ാം സ്ഥലത്ത് ഒരു സമാധാനത്തിൻ്റെ കാഴ്ചയുണ്ട്. എന്താണ് ആ സമാധാനത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്? ഈശോ നിശബ്ദനായി നിൽക്കുകയാണ്. ഈശോയ്ക്കെതിരെ എല്ലാ തരത്തിലും ആക്രമണം അഴിച്ചു വിടുകയാണ്. അത് വെർബൽ അറ്റാക്കാണ്. വാക്കുകൾ കൊണ്ട് ആക്രമണം അഴിച്ചു വിടുന്ന ഒരു കൂട്ടം ആളുകൾ. നമ്മൾ ധ്യാനിക്കുന്നത് സമാധാനത്തെക്കുറിച്ച് മാത്രമല്ല, ആക്രമണത്തെക്കുറിച്ചുമാണ്. യുദ്ധവും സമാധാനവും, വാർ ആൻഡ് പീസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ചിന്തയാണ് യുദ്ധവും സമാധാനവും. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ദോഹ പള്ളിയിലുള്ള പ്രിയപ്പെട്ട അതിൻ്റെ ഇൻചാർജായിരിക്കുന്ന സ്റ്റീഫനച്ച, മറ്റ് സഹോദരരെ എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി ചൊല്ലാം. കുടുംബങ്ങളിലുള്ളവർക്ക്, അടുത്തിരിക്കുന്നവർക്ക് പരസ്പരം സ്തുതി ചൊല്ലാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതി. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അധികം ആമുഖങ്ങളില്ലാതെ, മുഖവരകളില്ലാതെ നമ്മൾ തുടങ്ങുകയാണ്. കാരണം നമുക്ക് പരിമിതമായ ഒരു സമയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈശോയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഈശോ നടന്ന വഴിയിലൂടെ നടക്കണം എന്ന് വചനം പറയുകയാണ്. നമ്മൾ വായിക്കുന്ന ഒരു വചനഭാഗം ഇതാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛനറിയാം, നിങ്ങൾ വീടുകളിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ ബൈബിൾ എടുക്കുക. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ തിരുവചനം എടുത്ത് വായിക്കാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ തിരുവചനം വായിക്കാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈശോയിൽ വസിക്കുന്നു എന്ന് പറയുന്നവരാണ്. ഈശോയിൽ വസിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ
ഈശോ നടന്ന വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഓട്ട് ടു വാക്ക്. അത് ഒരു കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഓപ്ഷൻ ഇല്ല. നീ ഈശോയിൽ വസിക്കുന്നു എന്ന് പറയുന്നവനാണ്, അതിൽ തർക്കമില്ല. പക്ഷേ തർക്കമുള്ളൊരു കാര്യം, നീ ഈശോ നടന്ന വഴിയിലൂടെയാണോ എന്ന് പറഞ്ഞാൽ ഈശോയുടെ മനോഭാവങ്ങളിലൂടെയാണോ, ഈശോയുടെ നിലപാടുകളിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈശോ നടന്ന വഴി ഏതാണ്? ഈശോ നടന്ന വഴിയിലൂടെ നടക്കണമെങ്കിൽ നമ്മൾ വ്യക്തമായി അറിയേണ്ട ഒരു കാര്യം ഈശോ നടന്ന വഴി ഏതാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നടന്ന വഴി എളിമയുടെ വഴിയാണ്. ഒന്നാം സ്ഥലത്ത്, കുരിശിൻ്റെ വഴിയുടെ ഒന്നാം സ്ഥലത്ത്, അതായത് ഈശോ നടന്ന വഴി എന്ന് പറയുന്നത് കുരിശിൻ്റെ വഴിയാണ്. ശിഷ്യൻ നടക്കേണ്ട വഴിയും കുരിശിൻ്റെ വഴിയാണ്. നമുക്കറിയാം, നമ്മൾ സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ സഹിക്കുന്നത് ഈശോ സഹിക്കുന്നത് പോലെയാണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. നമ്മൾ നമുക്ക് തോന്നിയതുപോലെ സഹിച്ചു എന്നതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ പോലെ ആവുകയില്ല. നമുക്ക് സഹിക്കാൻ തയ്യാറാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ സഹിച്ചേ മതിയാവൂ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ സഹിക്കാൻ തയ്യാറാണെങ്കിലും അല്ലെങ്കിലും സഹിച്ചേ മതിയാവും. ഇപ്പോൾ യുദ്ധമാണ്, വീട്ടിലിരിക്കണം. ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടെ ഇരുന്നേ മതിയാവൂ? വീട്ടിലിരുന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തെ, നമ്മളായിരിക്കുന്ന സാഹചര്യത്തെ ക്രിസ്തു അഭിമുഖീകരിച്ചതുപോലെയാണോ അഭിമുഖീകരിക്കുന്നത്? ക്രിസ്തു അഭിമുഖീകരിച്ചതുപോലെ അഭിമുഖീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠശാലയാണ് കുരിശ് എന്ന് പറയുന്നത്, കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. കുരിശിൻ്റെ വഴി ഒരു ക്ലാസ് മുറിയാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാലയമാണ്. പല ക്ലാസ്സുകളുള്ള, പല ഗ്രേഡുകളുള്ള ഒരു വിദ്യാലയം പോലെയാണ് കുരിശിൻ്റെ വഴി. നമുക്ക് വേണമെങ്കിൽ പറയാം 14 ഗ്രേഡുള്ള. നീ ഏത് സ്റ്റാൻഡേർഡിലാണെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 14th സ്റ്റാൻഡേർഡ് വരെ നമുക്ക് പറയാൻ പറ്റും. +2 കഴിഞ്ഞ് +3 ഉണ്ട്, +4 ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഗ്രേഡ് 1ലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഈശോയുടെ മനോഭാവം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ മുമ്പിൽ സമാധാനത്തോടെ നിൽക്കുന്ന ഈശോയാണ്. ഈശോയ്ക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് ഈശോ ഉത്തരം പറയാതെ ഈശോ ശാന്തനായി നിൽക്കുന്നതിൻ്റെ കാരണം, പ്രിയപ്പെട്ടവരെ, എന്താണ്? ഈശോ ആ കാരണം പീലാത്തോസിനോട് പറയുന്നു. പീലാത്തോസ് ഈശോയോട് ചോദിക്കുകയാണ്, നിന്നെ കൊല്ലാനും നിന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനും നിന്നെ വെറുതെ വിടാനും എനിക്കധികാരമുണ്ടെന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന ഉത്തരമാണ് ഈശോയുടെ സമാധാനത്തിൻ്റെ കാരണം. ഈശോ പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എവരിത്തിങ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഫാദർ. എല്ലാം പിതാവായ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. നീ എനിക്കെതിരെ ഇന്ന് നടത്തുന്ന ആക്രമണങ്ങൾ, അത് വെർബൽ അറ്റാക്ക് ആകാം, ഫിസിക്കൽ ടോർച്ചർ ആകാം. നീ ഇന്ന് എനിക്കെതിരെ അയക്കുന്ന ആയുധങ്ങളും ആക്രമണങ്ങളും അത് എന്നെ പീഡിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഉന്നതത്തിൽ നിന്ന് അനുവദിച്ചിട്ടില്ല എങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല. അതായത് എല്ലാം കർത്താവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. എത്ര മിസൈല് വന്ന് വീണിട്ടുണ്ടെങ്കിലും അതെല്ലാം എവരിത്തിങ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗോഡ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ആവർത്തിച്ച് പറയാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ ചരിത്രം ദൈവത്തിൻ്റെ വിരൽത്തുമ്പുകളിൽ നിന്ന് വഴുതിപ്പോയിട്ടില്ല എന്ന്. മനുഷ്യചരിത്രത്തിൻ്റെ ആ വള്ളികൾ, ആ നൂലുകൾ, ത്രെഡ്സ് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് വഴുതിപ്പോയിട്ടില്ല. അതിനെ നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ ഒന്നാമത്തെ പാഠശാലയിൽ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ കുരിശിൻ്റെ വഴിയുടെ 1ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് നീ
എല്ലാം നിയന്ത്രിക്കുന്ന കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴേ എളിമയോടുകൂടെ നിന്നെ തന്നെ നിർത്തുക. കർത്താവ് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈ ബോധ്യത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കർത്താവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അടഞ്ഞു കിടക്കുമ്പോഴും തുറന്നു കിടക്കുമ്പോഴും നിയന്ത്രിക്കുന്നത് ആരാണ്? കർത്താവാണ്. അപ്പോൾ നീ എന്ത് ചെയ്താൽ മതി? നീ കർത്താവിൽ ആശ്രയിച്ചാൽ മതി. നീ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ മതി. റോമ 10:13 പറയുന്നത് പോലെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, രണ്ടാം സ്ഥലത്ത് ഒരു സമാധാന കാഴ്ചയുണ്ട്. രണ്ടാം സ്ഥലത്തുള്ള സമാധാന കാഴ്ച എന്താണ്? രണ്ടാം സ്ഥലത്തുള്ള സമാധാന കാഴ്ച എന്ന് പറയുന്നത് പരിഭവങ്ങളില്ലാതിരിക്കുക എന്നതാണ്. എന്താണ് രണ്ടാം സ്ഥലത്തുള്ള ആക്രമണം, യുദ്ധം? രണ്ടാം സ്ഥലത്തുള്ള യുദ്ധം എന്ന് പറയുന്നത് നിരപരാധിയായിട്ടുള്ള ഒരാളുടെ ചുമലിലേക്ക് ഭാരമുള്ള ഒരു കുരിശ് എടുത്തു വെച്ച് കൊടുക്കുന്ന ഒരാക്രമണമാണ്. ഒന്നാം സ്ഥലത്ത് ഒരു വെർബൽ പേഴ്സിക്യൂഷൻ ആണെങ്കിൽ രണ്ടാം സ്ഥലത്ത് ഒരു ഫിസിക്കൽ പേഴ്സിക്യൂഷനാണ്, ഒരു പീഡനമാണ്. നിരപരാധികളായിട്ടുള്ളവർ പീഡിപ്പിക്കപ്പെടുകയാണ് ശാരീരികമായി. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു, നിരപരാധികളായിട്ടുള്ളവർ പരിക്കേൽപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിരപരാധികളുടെ, നീതിമാന്മാരുടെ സഹനത്തിനുള്ള ഉത്തരം എന്താണ്? നീതിമാന്മാരുടെ സഹനത്തിനുള്ള ഉത്തരം, പ്രിയപ്പെട്ടവരെ, അത് രണ്ടാം സ്ഥലമാണ്. ഈശോ പരിഭവങ്ങളില്ലാതെ, നീതിമാനായ ഈശോ പരാതികളില്ലാതെ സഹിക്കുകയാണ്. യുദ്ധം മാത്രമല്ല നമ്മളുടെ പ്രശ്നം. രോഗം ഒരു പ്രയാസമാണ്, സഹനമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ അകാലത്തിൽ മരണമടഞ്ഞത് ഒരു വേദനയാണ്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ജോലി നഷ്ടപ്പെടുന്നത്, ഭവനമില്ലാതിരിക്കുന്നത്, പഠനം മുടങ്ങുന്നത്, കുടുംബ ബന്ധങ്ങൾ തകരുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സഹനങ്ങൾ തന്നെയാണ്. ഈ സഹനങ്ങളുടെ കാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്? സങ്കീർത്തകൻ പറയുകയാണ്, നിന്റെ ജീവിതം കർത്താവിനെ വരമേൽപ്പിക്കുക. 37-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. 37-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിന്റെ ജീവിതം കർത്താവിൽ ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് നോക്കിക്കൊള്ളും. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ, നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വസിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നീ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. നീ കർത്താവിന് നിന്നെ തന്നെ ഭരമേൽപ്പിക്കുക. കർത്താവ് നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളുമെന്ന് നിന്റെ സഹനങ്ങളുടെ മുമ്പിൽ നിന്ന് നീ ആ സഹനങ്ങളോട് പറയണം. നീ കർത്താവിനോട്, എനിക്ക് സഹനമുണ്ട്, എനിക്ക് വേദനയുണ്ട്, എനിക്ക് കണ്ണുനീരുണ്ട്, എനിക്ക് പ്രയാസമുണ്ട് എന്ന് പറയുന്നത് പോലെ ആ പ്രയാസങ്ങളെ നോക്കി നിനക്ക് പറയാൻ കഴിയണം, എനിക്കൊരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, യുവർ ഗോഡ് ഈസ് ബിഗർ ദാൻ യുവർ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നിങ്ങളുടെ കർത്താവ്. യുവർ ഗോഡ് ഈസ് ബിഗ്ഗർ ദാൻ യുവർ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. അതുകൊണ്ട് ഏത് കുരിശ് മുൻപിൽ വരുമ്പോഴും, ഏത് കുരിശ് ചുമലിൽ വരുമ്പോഴും നിന്റെ ആകുലതകൾ നീ കർത്താവിനെ വരമേൽപ്പിക്ക്.
1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നത് പോലെ നിന്റെ ഉത്കണ്ഠകൾ കർത്താവിനെ വരമേൽപ്പിക്ക്, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ആ വചനം ഒന്ന് ഏറ്റു പറയാം. നിന്റെ ഉത്കണ്ഠകൾ നീ കർത്താവിനെ വരമേൽപ്പിക്കുക, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു കർത്താവുണ്ട് എന്നതാണ് 2-ാം സ്ഥലത്തെ സമാധാന കാഴ്ച, സമാധാനത്തിൻ്റെ ചിന്ത. അതുകൊണ്ട് നീ ഇന്ന് വഹിക്കുന്ന കുരിശുകൾ ഏതു തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. കർത്താവ് നോക്കിക്കൊള്ളും. നീയല്ല കുരിശ് വഹിക്കുന്നത്, നീയല്ല നിന്റെ സഹനങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. നിന്റെ സഹനങ്ങൾ യഥാർത്ഥത്തിൽ വഹിക്കുന്നത് കർത്താവാണ്. യഥാർത്ഥത്തിൽ അവിടുന്നാണ് നമ്മുടെ സഹനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ചിന്തയെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നീ ചിന്തിക്കരുത് നിന്റെ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നത് നീയാണെന്ന്. നിന്റെ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നത് ഈശോയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഇനി മൂന്നാം സ്ഥലത്തുള്ള സമാധാന കാഴ്ച എന്ന് പറയുന്നത് ഈശോ നമ്മുടെ കുറവുകളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. എന്താണ് മൂന്നാം സ്ഥലത്തുള്ള യുദ്ധക്കാഴ്ച? ഈശോയെ അവർ തള്ളിയിടുന്നു, മറിച്ചിടുന്നു, അടിക്കുന്നു, വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. അതൊക്കെയാണ് യുദ്ധക്കാഴ്ചകൾ. പക്ഷേ അവിടെയുള്ള സമാധാന കാഴ്ച എന്താണ്? ഈശോ എനിക്ക് പകരക്കാരനായാണ് വീഴുന്നത് എന്നാണ്. ഈശോ നമ്മുടെ കുറവുകളെ ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? നമ്മൾ ലോക സമാധാനത്തെക്കുറിച്ച് പറയുകയും കുടുംബത്തിലെ സമാധാനത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുകയുമാണ്. കുടുംബത്തിൽ ഉള്ള യുദ്ധങ്ങളെക്കുറിച്ച് ആരും പറയുന്നില്ല, അത് പത്രത്തിൽ വരുന്നില്ല. ഈ കുടുംബത്തിലെ മാതാപിതാക്കള്, ഭാര്യയും ഭർത്താവും തമ്മിൽ യുദ്ധം, മക്കളും മാതാപിതാക്കളും തമ്മിൽ യുദ്ധം, സഹോദരങ്ങൾ തമ്മിൽ യുദ്ധം. യൂട്യൂബിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ യുദ്ധ കാഴ്ചകൾ, എങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത്? കുടുംബങ്ങളിലെ ഒരാൾ മറ്റൊരാളുടെ കുറവിന് നേരെ വിരൽ ചൂണ്ടുകയും അതിനെ ആക്രമിക്കുകയും പരസ്പരം വിരൽ ചൂണ്ടുകയും നീയാണ് തെറ്റുകാരി എന്ന് പറഞ്ഞ് 1ഉം 2ഉം പറഞ്ഞ് തെറ്റുകയുമൊക്കെ ചെയ്യുകയാണ്. പരസ്പരം കുറ്റമാരോപിക്കുന്നു, പരസ്പരം വിരൽ ചൂണ്ടുന്നു, കുറവുകളെ പ്രൊജക്റ്റ് ചെയ്ത് പിടിക്കുന്നു. അവരുടെ കുറവുകളെ പറഞ്ഞാണ് ഈ കലഹങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെയുള്ള സമാധാന കാഴ്ച എന്താണ്? ഈശോ നമ്മുടെ കുറവുകൾ വഹിച്ചുകൊണ്ടാണ് വീഴുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഒരാൾ വീഴുന്നത്? അയാൾ ബലഹീനനായതുകൊണ്ടാണ്. ഈശോ എങ്ങനെയാണ് ബലഹീനനായത്? ഈശോ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ബലഹീനതകൾ, മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഭാരത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനെയാണ് ഈ ബലഹീനത എന്ന് പറയുന്നത്, ലിമിറ്റേഷൻ. ആ ലിമിറ്റേഷൻ ഈശോ ഏറ്റെടുത്തതാണ്. ദൈവത്തിന് ലിമിറ്റേഷൻ ഇല്ല, മനുഷ്യന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈശോ കുറവുകൾക്ക് നേരെ വിരൽ ചൂണ്ടാതെ, പരിഹസിക്കാതെ നമ്മുടെ കുറവുകൾ സ്വയം ഏറ്റെടുക്കുകയാണ്. അവൻ വീഴുകയാണ്. മറ്റുള്ളവരുടെ കുറവുകൾ നിന്നെ അമിതമായി ഭാരപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ ഭാരവും സങ്കടവും പ്രശ്നം മുഴുവനും മറ്റുള്ളവരുടെ കുറവുകളെ കുറിച്ചാണ്. അതിന് പകരം സമാധാനമുണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അപരൻ്റെ കുറവുകളോടുകൂടെ അപരനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് സമാധാനമുണ്ടാകും. അവരൻ്റെ കുറവുകളോടുകൂടെ, എൻ്റെ അപ്പന് കുറവുണ്ട്, എൻ്റെ അമ്മയ്ക്ക് കുറവുണ്ട്, എൻ്റെ സഹോദരന് സഹോദരിക്ക് കുറവുണ്ട്, എൻ്റെ ഭർത്താവിന് എൻ്റെ ഭാര്യയ്ക്ക് കുറവുണ്ട്. ആ കുറവുകളോടുകൂടെ തന്നെ
ഞാൻ ആ കുറവ് അവരെ അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ സമാധാനമുണ്ടാകുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ 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 ഈശോയേ. ഈശോയേ. കഴിഞ്ഞ ദിവസം ദോഹയിലെ ഒരു സഹോദരൻ അച്ഛനോട് ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു, പരിചയപ്പെടുത്തി. കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പിൽ അംബാസിഡറായി, ഫിഫയുടെ അംബാസിഡറായി നിന്ന ഒരു വിദ്യാർത്ഥി, അരയ്ക്ക് താഴെ ഒന്നുമില്ലാത്ത ഒരു കുട്ടി, ജനനേന്ദ്രിയങ്ങൾ പോലുമില്ല, മലദ്വാരമില്ല, ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്, അതിനൊക്കെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അപ്രകാരമുള്ള അരയ്ക്ക് താഴെ ഒന്നുമില്ലാത്ത ഈ കുഞ്ഞ് നീന്തൽ ഒളിമ്പിക്സ് താരമായി മാറിയതിൻ്റെ ഒരു ചരിത്രമാണ് ഈ സഹോദരൻ അച്ഛനോട് പറഞ്ഞത്. ഈ കുട്ടിയെ നീന്തൽ പഠിപ്പിച്ചത് മലയാളിയായ ജോസി എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. ഈ കുട്ടി അമേരിക്കൻ സ്കൂളിൽ പഠിക്കുകയും അങ്ങനെ അവിടെ നീന്തൽ പഠിക്കുകയും ഖത്തറിന് വേണ്ടി പാരാ ഒളിമ്പിക്സിൽ അദ്ദേഹം മെഡൽ കരസ്ഥമാക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുറവുകളുള്ളവരെ അങ്ങനെ തന്നെ സ്വീകരിക്കുമ്പോൾ, അവരുടെ ആ കുറവുകളോടുകൂടെ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവർക്ക് ലോകത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അത് സമാധാനത്തിൻ്റെ ഒരു വഴിയാണ്. ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് കുറവുകളോടുകൂടെ മറ്റുള്ളവരെ സ്വീകരിക്കുക എന്നതാണ്. ചുങ്കക്കാരെയും മുക്കുവരെയും അവൻ കൂടെ കൂട്ടി, പാപികളെന്ന് മുദ്ര കുത്തിയവരെ അവൻ സ്വീകരിച്ചു. അങ്ങനെ അവൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർന്നു, സമാധാനമായി തീർന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, 4-ാം സ്ഥലത്ത് ഒരു സമാധാന കാഴ്ചയുണ്ട്. 4-ാം സ്ഥലത്ത് ഒരു സങ്കടക്കാഴ്ചയുണ്ട്, സമാധാന കാഴ്ചയുണ്ട്. എന്താണ് സങ്കടക്കാഴ്ച? സങ്കടക്കാഴ്ച എന്ന് പറയുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഒരു അമ്മ കരയുന്നു, ഒരു മകൻ കരയുന്നു, കൂടെയുള്ളവർ കരയുന്നു എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, സങ്കടത്തിലായിരിക്കുന്ന ഒരു കുടുംബം. ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും ഒക്കെ വലിയ സങ്കടത്തിലാണ്. ഈ സങ്കടം എങ്ങനെയാണ് സമാധാന കാഴ്ചയാകുന്നത്? സങ്കടത്തിലായിരിക്കുന്ന കുടുംബം, പ്രിയപ്പെട്ടവരെ, അവരൊരുമിച്ച് കരയുകയാണ്, അവരൊരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, അവർ ഒരുമിച്ച് ആശ്വസിപ്പിക്കുകയാണ്, അവർ പരസ്പരം കണ്ണീര് തുടച്ചു കൊടുക്കുമ്പോൾ ആ കുടുംബം ഒരു സമാധാന കാഴ്ചയായി മാറുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. 4-ാം സ്ഥലത്ത് പരിശുദ്ധ അമ്മ, കരയുന്ന അമ്മയെ കാണുന്ന പുത്രനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതാണ് അച്ഛൻ പറഞ്ഞത്, കരയുന്ന ഒരു കുടുംബം. അച്ഛൻ അങ്ങനെ ഒത്തിരിയേറെ കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരേ സങ്കടത്തിലൂടെ കടന്നു പോവാണ്. സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ച തന്നെ ഒരു യുദ്ധക്കാഴ്ചയായി മാറാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ പറയും ഈ സങ്കടത്തിന് കാരണം, ഒരുപക്ഷെ ഭാര്യ പറയും കുടുംബത്തിൻ്റെ ഈ നഷ്ടത്തിന് കാരണം ഭർത്താവാണെന്ന് പറയും. ഭർത്താവ് പറയും നീ കാരണമാണെന്ന് പറയും. പരസ്പരം കുറ്റമാരോപിച്ച് ആ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള സങ്കടം വീണ്ടും ഒരു യുദ്ധമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതിന് പകരം ഈശോ ഇതാ അമ്മയുടെ കണ്ണീര് തുടയ്ക്കുന്നു, അമ്മ ഇതാ ഈശോയുടെ കണ്ണീര് തുടക്കുന്നു. പരസ്പരം കണ്ണുനീര് തുടക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുടുംബം കണ്ണുനീർ കടലിൽ ആയിരിക്കുമ്പോഴും സമാധാനത്തിൻ്റെ ആ കുളിർ തന്നെ അനുഭവിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. അച്ഛൻ്റെ ചോദ്യം ഇതാണ്, നിന്റെ കുടുംബം കരയുന്ന സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്? 4-ാം സ്ഥലത്ത് നീ കാണുന്ന ഈ കുടുംബത്തെ പോലെയാണോ നിന്റെ കുടുംബം എന്നതാണ് ചോദ്യം. നിന്റെ കുടുംബത്തിൽ പരസ്പരം കണ്ണുനീർ തുടയ്ക്കുന്നവരുണ്ടോ? പരസ്പരം ആശ്വസിപ്പിക്കുന്നവരുണ്ടോ?
പരസ്പരം പോട്ടെ എന്ന് പറയുന്നവരുണ്ടോ? നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുന്നവരുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്കെൻ്റെ വഴി, ഈ ഭാരവും ചുമന്ന് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് പറയുന്നവരാണോ? ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. ഈശോയേ. ഇവിടെ പ്രിയപ്പെട്ടവരെ, മകന്റെ കൂടെ ഭാരം ചുമക്കാൻ അമ്മയുണ്ട്, അമ്മയുടെ കൂടെ ഭാരം ചുമക്കാൻ മകനുണ്ട്. അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ 5-ാം സ്ഥലത്തെ കുറിച്ച് ധ്യാനിക്കുകയാണ്. 5-ാം സ്ഥലത്തെ സമാധാന കാഴ്ച, സങ്കട കാഴ്ച. 5-ാം സ്ഥലത്തെ സങ്കട കാഴ്ച എന്താണ്? ഒരാളെ, വഴിയിലൂടെ പോയ ഒരാളെ ഇത് അപമാനത്തിൻ്റെ കുരിശിൽ പങ്കാളിയാകാൻ നിർബന്ധിക്കുകയാണ്. ഒരു വിധിയാണ്, അല്ലെങ്കിൽ ഒരു സഹനമാണ് ശിമയോനെ സംബന്ധിച്ച് ആദ്യം. പക്ഷേ ശിമയോൻ ഈശോയോടുകൂടെ സന്തോഷത്തോടുകൂടെ ആ കുരിശ് ചുമന്ന് ഒടുവിൽ ഈശോയെ വിട്ടുപിരിയാൻ അയാൾക്ക് മടിയായി എന്ന് പറയുന്നത് പോലെ ഈശോയ്ക്ക് വേണ്ടി കുരിശ് ചുമക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ചെറുതുട്ടുകൾ സ്വീകരിക്കുന്നവനാണ്. കോടിക്കണക്കിന് വിലയുള്ള ജെറൂസലേം ദേവാലയം, സ്വർണം കൊണ്ട് പൊതിഞ്ഞ തൂണുകളുള്ള ജെറൂസലേം ദേവാലയം, എവിടെയും സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ജെറൂസലേം ദേവാലയത്തിൻ്റെ ഒരു കാണിക്ക വഞ്ചി. ഈ കാണിക്ക വഞ്ചിയിൽ ഒരു വിധവ ഇടുന്ന 2 ചെമ്പുതുട്ടുകൾ ഈ ദേവാലയത്തിൻ്റെ മൂല്യവുമായി കണക്കിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു ദിവസം വന്നു വീഴുന്ന നേർച്ചപ്പണവുമായി കണക്കിലെടുക്കുമ്പോൾ, ഒന്നുമല്ലാതിരിക്കുന്ന ചെമ്പുതുട്ടുകൾക്ക് ഈശോ വില കൽപ്പിക്കുന്നവനാണ്. ശിമയോൻ തൻ്റെ കുരിശ് താങ്ങുന്നതിന് വേണ്ടി ഒന്ന് കൈ നീട്ടിയതിന് കർത്താവ് യുഗാന്ത്യത്തോളം വില കൽപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു സമാധാന കാഴ്ചയാണ്. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒന്ന് കൈ നീട്ടുന്നത്, ഒന്ന് കരമുയർത്തുന്നത്, ഒന്ന് സ്വരമുയർത്തുന്നത്, ഒരു കാല് വയ്ക്കുന്നത്, ഒന്ന് വിയർക്കുന്നത്, ഒന്ന് വെയിൽ കൊള്ളുന്നത്, ഒരു ഗ്ലാസ് വെള്ളം അല്പം നേരം കഴിഞ്ഞ് കുടിച്ചാൽ മതി എന്ന് വിചാരിച്ചൊരു ത്യാഗമെടുക്കുന്നത്, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കണ്ണിൽ അത് വിലയുള്ള കാര്യമാണ്. കർത്താവ് അതിന് വിലയിട്ടിട്ട് പറയുന്നു, ഇവൾ മറ്റെല്ലാവരെക്കാളും അധികമായി നിക്ഷേപിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ശിമയോന്റെ ആ സഹായത്തിന് വില കൽപ്പിച്ച കർത്താവ്, വിധവയുടെ കാണിക്കയ്ക്ക് വില കൽപ്പിച്ച കർത്താവ്, ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കുന്നവനാണ് എന്നത് സമാധാനത്തിൻ്റെ ഒരു ചിത്രമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പലരുടെയും സങ്കടത്തിൻ്റെ കാരണം ഞാൻ ചെയ്യുന്നതിനൊന്നും ഇവിടെ ഒരു വിലയില്ല എന്നതാണ്. കുടുംബങ്ങളിലെ ചില ആളുകളുടെ ചില ഭാര്യമാര് പറയും, ഞാൻ ചെയ്യുന്നതിനൊന്നും ഇവിടെ ഒരു വിലയില്ല. ചില ഭർത്താക്കന്മാർ പറയും, ഞാൻ ചെയ്യുന്നതിനൊന്നും ഇവിടെ വിലയില്ല. ചില മാതാപിതാക്കൾ പറയും, ഞങ്ങൾ മക്കൾക്ക് ചെയ്തു കൊടുത്തതിനൊന്നും ഒരു വിലയില്ല, അവർ ചെയ്തതിനൊക്കെയാണ് ഇപ്പോൾ കണക്ക്. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും കർത്താവിൻ്റെ മുമ്പിൽ, വിലയുള്ളവൻ്റെ മുമ്പിൽ വിലയുണ്ട്. എല്ലാറ്റിനേക്കാളും വിലയുള്ളത് കർത്താവിനാണ്. അവൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്ത ഒന്നും അത് വിലമതിക്കാതെ പോവുകയില്ല. വിലായിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പറയും, അവിടുന്ന് നല്ല യജമാനനാണ്. തനിക്ക് വേണ്ടി ജോലി ചെയ്തവർക്ക് അവിടുന്ന് കൂടുതൽ പ്രതിഫലം, അർഹിക്കുന്നതിൽ കൂടുതൽ പ്രതിഫലം നൽകുന്നവനാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടെങ്കിൽ
വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഒരു മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പള്ളിയടിക്കുന്നതിന് വേണ്ടി നീ ഒരു ചൂലെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു 10 മിനിറ്റ് നീ നിന്റെ ദേവാലയത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെറുതും വലുതുമായ എന്തൊക്കെയാണെങ്കിൽ നീ കർത്താവിന് വേണ്ടി ചെയ്തതെല്ലാം അവിടുന്ന് കണക്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ കൂടെ അതിനോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന് വേണ്ടി നീ അലഞ്ഞത് അവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ കണക്ക് പുസ്തകത്തിലുണ്ട്. നീ നിനക്ക് വേണ്ടി അവിടെ ഇവിടെയും പോയതിൻ്റെ കാര്യമല്ല. ഹല്ലേലൂയ. നീ നിന്റെ കണ്ണീർ കണങ്ങൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഏത് കണ്ണീർ കണങ്ങൾ? നീ കർത്താവിന് വേണ്ടി കരഞ്ഞതിൻ്റെ കണ്ണീർ കണങ്ങൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചു. നീ ആവശ്യമില്ലാതെ മോങ്ങിയതിൻ്റെ കണ്ണീർ കണങ്ങളൊന്നും കുപ്പിയിൽ ശേഖരിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ എല്ലാം കണക്കെഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശിമയോൻ ഈശോയെ സഹായിച്ചു എന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഈശോയെ സഹായിച്ചിട്ടുണ്ട് എന്നുകൂടെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, 6-ാം സ്ഥലത്ത് ഒരു സൗഹൃദത്തിൻ്റെ സമാധാന കാഴ്ചയാണ്. എന്താണ് സൗഹൃദത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത്? എന്താണ് യഥാർത്ഥത്തിലുള്ള സൗഹൃദം? യഥാർത്ഥത്തിലുള്ള സൗഹൃദം അപരൻ്റെ സങ്കടങ്ങളിൽ ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളുടെ സങ്കടങ്ങളുടെ കാലങ്ങളിലും അയാളുടെ കൂടെ നിൽക്കാൻ കഴിയുന്നത് സൗഹൃദമാണ്. ചില സൗഹൃദങ്ങളുണ്ട്, സങ്കടങ്ങൾ വന്നപ്പോൾ, ദുരിതങ്ങൾ വന്നപ്പോൾ വിട്ടുപേക്ഷിച്ചു പോകുന്ന സൗഹൃദങ്ങൾ. ദാ വെറോനിക്ക ഈശോയുടെ കരമന്വേഷിച്ച് വരുന്നവളല്ല, വെറോനിക്ക ഈശോയുടെ മുഖമന്വേഷിച്ച് വരുന്നവളാണ്. നമ്മൾ സുവിശേഷത്തിൽ ഒത്തിരിയേറെ ആളുകളെ കാണുന്നുണ്ട്. അപ്പം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഈശോയെ അന്വേഷിച്ച് ചെന്നവർ. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ അപ്പം കിട്ടിയത് കൊണ്ട് വന്നതാണ്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവേൻ. കുഷ്ഠരോഗികൾ ഈശോയെ അന്വേഷിച്ച് വന്നു, അന്ധന്മാർ ഈശോയെ അന്വേഷിച്ച് വന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈശോയെ അന്വേഷിച്ച് വരാൻ ആരുമില്ല. കാരണം അവൻ്റെ കരങ്ങളിൽ അനുഗ്രഹിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. അതുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് ഇപ്പോൾ അന്ധന്മാർ വരുന്നില്ല, കുഷ്ഠരോഗികളില്ല, അപ്പം ഭക്ഷിച്ചവരില്ല, ആരുമില്ല. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം ഇപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അനുഗ്രഹം കൊടുക്കാൻ പറ്റുന്ന കാലത്ത് അവൻ്റെ ചുറ്റും 5000ങ്ങളും 10000ങ്ങളും ഉണ്ടായിരുന്നു. അനുഗ്രഹം കൊടുക്കാൻ ഇപ്പോൾ സാധിക്കാതെ കുരിശ് വഹിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു പെൺകുട്ടി വരികയാണ്. കൈ തുടക്കാനല്ല, കൈ മേടിക്കാനല്ല, മുഖം തുടക്കാൻ എന്ന് പറഞ്ഞാൽ അവൾ അന്വേഷിച്ചത് അവനുമായിട്ടുള്ള സ്നേഹമാണ്, പ്രണയബന്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുമ്പോൾ ഈശോ വെറോനിക്കായുടെ തുവാലയിൽ അവിടുത്തെ തിരുമുഖം പതിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാഷണത്തിന് ശേഷം അച്ഛൻ സ്റ്റീഫൻ അച്ഛൻ്റെ വാട്സപ്പിലേക്ക് ഈശോയുടെ തിരുമുഖ ഭക്തിയെക്കുറിച്ചുള്ള, ഈശോയുടെ തിരുമുഖം എങ്ങനെയാണ് തുടക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ ലിങ്ക് അയക്കും. നിങ്ങൾക്ക് അത് ഇടവകയുടെ ഗ്രൂപ്പിൽ അച്ഛൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ കരം തേടുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം തേടുക എന്നതാണ് അർത്ഥം. മുഖം തേടുക എന്ന് പറഞ്ഞാൽ ബന്ധം അന്വേഷിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ സമാധാനത്തിലായിരിക്കുന്നത്, നമുക്ക് സമാധാനം കിട്ടുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ മുഖം അന്വേഷിക്കുകയും അവിടുത്തെ സൗഹൃദം അന്വേഷിക്കുകയും ചെയ്യുന്നവരാകുമ്പോഴാണ്. കൈയടിച്ച് നന്ദി പറയാം. Hallelujah. Hallelujah. Be in deep relationship with Jesus Christ. ഈശോയുമായി അഭേദ്യമായ ഒരു ബന്ധത്തിലായിരിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, 7-ാം സ്ഥലത്ത്
നമ്മൾ കാണുന്ന സമാധാനത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് മടങ്ങി വരാൻ അല്ലെങ്കിൽ അനുതപിക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ്റെ കാഴ്ചയാണ്. എപ്പോഴാണ് സമാധാനമുണ്ടാകുന്നത്? ഒരാൾ അനുതപിക്കാൻ തയ്യാറാകുമ്പോഴാണ് സമാധാനമുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അച്ഛൻ 7-ാം സ്ഥലത്ത് അനുതാപത്തിൻ്റെ ഒരു ചിന്ത കൊണ്ടുവരുന്നത്? കാരണം എന്തുകൊണ്ടാണ് ഈശോ വീണ്ടും വീണത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഈശോ ആദ്യം വീണിടത്ത് നിന്ന് എഴുന്നേറ്റത് കൊണ്ടാണ് അവിടെ നിന്ന് വീണ്ടും വീണത്. ഒരു പ്രാവശ്യം കുമ്പസാരിച്ചവൻ വീണ്ടും പാപത്തിലേക്ക് വീണത് എന്തുകൊണ്ടാണ്? അവൻ വീണിടത്ത് നിന്ന് അനുതപിച്ച് എഴുന്നേറ്റവനാണ് വീണ്ടും വീഴുന്നത്. വീണിടത്ത് തന്നെ കിടക്കുന്നവൻ വീണ്ടും വീഴുന്നില്ല. അച്ഛൻ ആവർത്തിച്ച് പറയട്ടെ, വീണിടത്ത് തന്നെ കിടക്കുന്നവൻ വീണ്ടും വീഴുന്നില്ല. ചില ആളുകൾ പറയും, ഞാൻ പെട്ടുപോയച്ചോ, ഞാൻ ഈ പാപത്തിലായിപ്പോയി, ഇനി എനിക്ക് ഈ പാപത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് വീണിടത്ത് തന്നെ കിടക്കുന്ന ചില ജന്മങ്ങളുണ്ട്. ചില പാഴ് ജന്മങ്ങളായി പോകുന്നവർ വീണിടത്ത് തന്നെ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ അനുതപിച്ച് തിരിച്ചു വന്നു. അച്ഛൻ്റെ ചോദ്യം, പിന്നെ അവൻ എന്നെങ്കിലും പാപം ചെയ്തോ? ഇല്ല. നമ്മൾ എത്ര പ്രാവശ്യം കുമ്പസാരിച്ചു? നമ്മൾ കുമ്പസാരിച്ചു, പിന്നെ പാപം ചെയ്തോ? ചെയ്തു. ധൂർത്തപുത്രൻ കുമ്പസാരിച്ചു, പിന്നെ പാപം ചെയ്തോ? ചെയ്തിട്ടുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൂർത്തപുത്രൻ കുമ്പസാരിച്ച് തിരിച്ചു വന്നു, അല്ലെങ്കിൽ അവൻ അനുതപിച്ച് തിരിച്ചു വന്നു എന്ന് വിചാരിച്ച് പിന്നെ ഒരിക്കലും അവൻ പിതാവിനെതിരെ പാപം ചെയ്യാത്തവനായിരുന്നു എന്ന് കരുതുന്നതിൽ യുക്തിയില്ല. മനുഷ്യനാണ്, അവൻ പാപം ചെയ്തിട്ട്. നമ്മൾ പാപം ചെയ്യുന്നില്ലേ? അപ്പൊ ധൂർത്തപുത്രൻ നമ്മളെക്കാളും നല്ലവനൊന്നും അല്ലല്ലോ. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ ധൂർത്തപുത്രൻ പിന്നെയും വീട് വിട്ട് പോയിട്ടുണ്ടാവുന്നാണ് അച്ഛൻ്റെ ഒരു ചിന്ത. അപ്പൊ പിന്നെയും മടങ്ങി വന്നിട്ടുണ്ടാവും, പിന്നെയും വീട് വിട്ട് പോയിട്ടുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയാണ്. ഇതാ കുമ്പസാരക്കൂട്ടിൽ വന്ന് പാപം ഉപേക്ഷിച്ച് നമ്മൾ പറയുകയാണ്, ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ ഒരു 7-8 എണ്ണം ചെയ്തിട്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തുടർച്ചയായി പാപം ചെയ്യുന്ന മനുഷ്യന് തുടർച്ചയായി വേണ്ടത് എന്താണ്? തുടർച്ചയായ അനുതാപമാണ്. നമ്മൾ ഡെയിലി ബ്ലെസ്സിങ് ഒക്കെ പറയും അല്ലേ? ഡെയിലി കൺവേർഷൻ. എനിക്ക് ഓരോ ദിവസവും അനുതാപമുണ്ടാകണം. പാപത്തെക്കുറിച്ച് അനുതാപമില്ലാതിരിക്കുക എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മരണത്തെക്കാൾ കഷ്ടമാണ്. മരണത്തെക്കാൾ ശോചനീയമാണ് പാപത്തെക്കുറിച്ച് അനുതാപമില്ലാതിരിക്കുക എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി, അവൾക്കൊരു 21 വയസ്സുണ്ട്. ഒരു തെറ്റായ പ്രണയബന്ധത്തിൽപ്പെട്ട് അവളുടെ അമ്മ അവളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവളോട് അച്ഛൻ സംസാരിക്കുന്ന നേരത്ത് ഇതിങ്ങനെ നിൽക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അവൾക്ക് ഒരു അനുതാപവുമില്ല. അച്ഛൻ പറയുന്നതൊക്കെ അച്ഛൻ എന്തുവാരും വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതുപോലും അല്ല. ഈ ചെവിയിലും കേൾക്കുന്നില്ല, ഈ ചെവിയിലും കേൾക്കുന്നില്ല. ഇപ്പം നമ്മൾ പറയും ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞു എന്ന്. അത് ഒരു ചെവി കൂടെ കൂടെ കേൾക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അനുതപിക്കാൻ ചെയ്തു പോയത് പാപമാണ്, തെറ്റാണെന്ന് പോലും അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യന് വേണ്ടി ഈശോ, പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും വീഴുകയാണ്. പാപം ചെയ്യുന്ന മനുഷ്യൻ, വചനം നമ്മളോട് പറയുന്നു, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ നീ കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ,
8-ാം സ്ഥലത്ത് നമ്മളൊരു സമാധാന കാഴ്ച കാണുകയാണ്. എന്താണ് 8-ാം സ്ഥലത്തുള്ള സമാധാന കാഴ്ച? കുറേ പെണ്ണുങ്ങൾ നിന്ന് കരയുകയാണ്. കരയുന്നത് എങ്ങനെയാണ് സമാധാന കാഴ്ചയാകുന്നത്? പ്രിയപ്പെട്ടവരെ, അവര് കരഞ്ഞത് ഈശോയ്ക്ക് വേണ്ടിയാണ്. ഈശോയ്ക്ക് വേണ്ടി നീ കരയുന്നതെങ്കിൽ അതൊരു സമാധാന കാഴ്ചയാണ്. നിനക്ക് തന്നെ നിന്റെ തന്നെ ചില ആഗ്രഹങ്ങൾ നടന്നില്ല, നിന്റെ തന്നെ ചില ഇഷ്ടങ്ങൾ നടന്നില്ല, അതിനെ ഓർത്ത് നീ കരയുകയാണെങ്കിൽ, അതിനെ പറയുന്ന വേറൊരു വാക്കുണ്ട് അല്ലേ, നമ്മുടെ കാര്യം നടന്നില്ല, അതിനെ ഓർത്ത് നമ്മൾ കിടന്ന് കരയുമ്പോൾ വീട്ടിലുള്ളവരെന്ത് ചോദിക്കും? നീ കിടന്ന് അതാണ് വാക്ക്, മോങ്ങുന്നത് എന്തിനാണ്? അതിനെ കരയുന്നതെന്നല്ല പറയുന്നത്, മോങ്ങുന്ന. കൃത്യമാണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, 100 മാർക്ക്. അപ്പോൾ നീ കിടന്ന് മോങ്ങുന്നത് എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ് നീ കിടന്ന് മോങ്ങുന്നത്? അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി കരയുന്നതിനെയാണ് യഥാർത്ഥത്തിലുള്ള കരച്ചിലെന്ന് പറയുന്നത്. ടിയേഴ്സ് ഫോർ ദ ലോർഡ്. നീ കർത്താവിന് വേണ്ടിയാണ് കരയുന്നതെങ്കിൽ അതൊരു സമാധാന കാഴ്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് നീ കരയുകയാണ്. അത് സമാധാനത്തിലേക്കുള്ള കാഴ്ചയാണ്. ചില മക്കള് ഫോൺ കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് തല കുത്തിക്കിടന്ന് കരയും. അല്ലെങ്കിൽ വിചാരിച്ച പോലെ ഒന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു നീ പോണ്ട, അപ്പോൾ കിടന്ന് കരയും. അതിനെയൊക്കെ നേരത്തെ പറഞ്ഞ എന്താ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. സ്വന്തം കാര്യം നടന്നില്ല, അതിനു വേണ്ടി കിടന്ന് മോങ്ങാണ്. മോങ്ങലല്ല വേണ്ടത്, കരച്ചിലാണ് വേണ്ടത്. നീ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആത്മാവിന് വേണ്ടി, നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അപരൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും ഈശോയേന്ന് വിളിച്ച് കരയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അത് യഥാർത്ഥത്തിൽ ഒരു സമാധാന കാഴ്ചയായി മാറുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ഓർസലേം നഗരിയിലെ സ്ത്രീകൾ എന്ത് പറഞ്ഞാണ് കരഞ്ഞതെന്ന്? അവർ കരഞ്ഞ ഒരു രീതി എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് അതൊന്ന് ഡ്രമാറ്റൈസ്, ഒന്ന് വിഷ്വലൈസ് ചെയ്യ്. ആ സീനൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് എങ്ങനെയായിരിക്കും ഈ ഓർസലേം നഗരിയിലെ സ്ത്രീകൾ കരഞ്ഞിട്ടുണ്ടാവുക? എന്ത് പറഞ്ഞായിരിക്കും അവർ കരഞ്ഞിട്ടുണ്ടാവുക? കണ്ട, ഈശോ കുരിശു വഹിച്ചു കൊണ്ട് പോവുകയാണ്. അതൊരു സീൻ കണ്ണിൽ കാണുക. ഈശോ ചോരവാർന്നൊലിക്കുകയാണ്, മനസ്സിൽ കാണുക. ഈശോ തളർന്ന് അവശനായി കുരിശും വഹിച്ചു കൊണ്ട് പോവുകയാണ്, മനസ്സിൽ കാണുക. എന്ത് പറഞ്ഞായിരിക്കും ഈ പെണ്ണുങ്ങൾ കരഞ്ഞിട്ടുണ്ടാവുക? അവർ ഈശോയെ നോക്കി ഈശോയേ 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 എന്ന് വിളിച്ചായിരിക്കും അല്ലേ? അതൊരു യുക്തിക്ക് ചേർന്നൊരു ചിന്തയാണ്. അവർ ഈശോയേ ഈശോയേ ഈശോയുടെ മുഖം കണ്ടിട്ട് അവർ ഈശോയുടെ മുഖം നോക്കിയിട്ട് എന്താ വിളിക്കുക? ഈശോയേ ഈശോ. വേറൊന്നും അവർക്ക് പറയാനില്ല. വേറെന്ത് പറഞ്ഞ അവർ കരയാനാണ് അല്ലേ? നമ്മൾ മരിക്കുമ്പോൾ വീടുകളിൽ കരയുന്നൊരു പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റേത് പറഞ്ഞ് ഞാൻ ഇന്നലെ വന്നപ്പോൾ നെയ്യപ്പം തന്നല്ലേ, ഉണ്ണിയപ്പം തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള കരച്ചിൽ. അതുപോലെ അല്ലല്ലോ ഈ ഓർസലേം നഗരിയിലെ സ്ത്രീകൾ കരയും. നാത്തൂനെ അയ്യോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പുതിയ സാരി തന്നതാണല്ലോ, ഈ പ്രാവശ്യം വന്നപ്പോൾ പുതിയ സാരി തന്നില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് കരയുന്നില്ല. ഓർസലേം നഗരിയിലെ സ്ത്രീകൾ ഈശോയുടെ പീഡാസഹനം കണ്ട് അവൻ്റെ നാമം വിളിച്ച് ഈശോയേ 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 എന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ടാകും. അച്ഛൻ്റെ ചോദ്യം, നീ നിന്റെ പാപങ്ങളെ ഓർത്ത് കരയുന്നുണ്ടോ? ഈശോയുടെ മുറിവുകളെ ഓർത്ത് കരയുക എന്ന് പറഞ്ഞാൽ നിന്റെ പാപങ്ങളെ ഓർത്ത് കരയുക എന്നാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം. നിനക്ക് വന്ന വീഴ്ചകൾ, തെറ്റുകൾ ഓർത്ത് ഈശോയേ എൻ്റെ പാപങ്ങളും അപരാധങ്ങളും മൂലമാണല്ലോ, എന്നെ സുഖപ്പെടുത്തിയത് മൂലമാണല്ലോ നീ മുറിവേൽപ്പിക്കപ്പെടുന്നതാകുന്നത്. എനിക്ക് പകരക്കാരനായിട്ടാണല്ലോ നീ കുരിശു വഹിക്കുന്നത്. എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണല്ലോ നീ മുറിവേറ്റ് നിൽക്കുന്നത്. അമ്മ ത്രേസ്യ ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞത് പ്രിയപ്പെട്ടവരെ അപ്രകാരം ഒരു ചിന്തയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചു ത്രേസ്യ കരഞ്ഞത് അപ്രകാരം ഒരു ചിന്തയിലാണ്.
ഉചിതരേശ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കരഞ്ഞു. ഫ്രാൻസിസ് സേവിയർ പറഞ്ഞു, എനിക്ക് ആത്മാക്കളെ തരിക, മറ്റെല്ലാം എടുത്തുകൊള്ളുക, കാരണം അതുവഴി ഞാൻ എൻ്റെ ഈശോയെ ആശ്വസിപ്പിക്കും. അപ്പോൾ ചോദ്യം, നീ കരയുന്നത് ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ? നമ്മൾ കരയുന്നത് ആരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്? നമ്മൾ കുറേ നേരം കരഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരാശ്വാസം. ഈ ചേച്ചിമാര് കരഞ്ഞത് ആരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്? ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. തങ്ങൾക്ക് തന്നെ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും നമ്മൾ കരയുന്നത്, ഞാൻ കുറച്ചു നേരം ഇരുന്ന് കരയട്ടെ, അങ്ങനെയെങ്കിൽ എനിക്കൊരാശ്വാസം കിട്ടട്ടെ. കർത്താവിന് വേണ്ടി കരയുന്നവരാകുക. കർത്താവിന് വേണ്ടി കരയുന്നവരാകുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ആഗ്രഹം ഹൃദയത്തിൽ സൂക്ഷിച്ച് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. 9-ാം സ്ഥലത്ത് ഒരു സമാധാന കാഴ്ചയുണ്ട്. എന്താണ് ആ സമാധാന കാഴ്ച? അവസാനം വരെ നീതിമാനായിരിക്കുക എന്ന് പറയുന്ന ഒരു സമാധാന കാഴ്ച. ഞാൻ എത്രമാത്രം തളർന്നാലും ഞാൻ എൻ്റെ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല. ദൈവം എന്നെ ഒരു ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം നിറവേറ്റുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അന്ത്യം വരെ ഞാൻ വിശ്വസ്തനായിരിക്കും. എൻ്റെ ഈ കുടുംബത്തിൽ ഇപ്പോൾ നിന്നെ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, നിന്നെ ദൈവം നിന്റെ കുടുംബത്തിൻ്റെ ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട്. നീ അവസാനം വരെ നിന്റെ കുടുംബത്തോട് വിശ്വസ്തനായിരിക്കും എന്ന് നീ തീരുമാനമെടുക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് പറന്നിറങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരി, നിന്നെ ദൈവം ഒരു കുടുംബത്തെ, ഒരു ഭർത്താവിനെ, മക്കളെ, മാതാപിതാക്കളെ വരമേൽപ്പിച്ചിട്ടുണ്ട്. നീ അന്ത്യം വരെ ആ കുടുംബത്തോട് വിശ്വസ്തയായിരിക്കുമെന്ന് തീരുമാനമെടുക്കുമ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് ഒരു വെള്ളരിപ്രാവ് പറന്നിറങ്ങുകയാണ്. അപ്പോൾ അന്ത്യം വരെ വിശ്വസ്തരായിരിക്കുക എന്ന് പറയുന്നത് ഒരു സമാധാന കാഴ്ചയാണ്. 3 അല്ല 30 പ്രാവശ്യം ഞാൻ തളർന്നു വീണാലും ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, യാത്ര തുടരുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. 10-ാം സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ ഒരു സമാധാന കാഴ്ചയുണ്ട്. എന്താണ് ആ കാഴ്ച? ഒരാൾ നഗ്നനായി നിൽക്കുമ്പോഴും നാണമില്ലാതെ നിൽക്കുകയാണ്. അതാണ് സമാധാന കാഴ്ച. ഒരു മനുഷ്യന് ഏറ്റവും വലിയ അല്ലെങ്കിൽ അപമാനമുണ്ടാകുന്നത് അയാളുടെ കയ്യിൽ ആണി അടിച്ചു കയറ്റുമ്പോഴാണോ? അയാൾക്കെതിരെ ഇല്ലാത്തത് പറയുമ്പോഴാണോ? അയാളുടെ കഴുത്തിൽ കയറിട്ട് വലിക്കുമ്പോഴാണോ? ഒരാളുടെ ഡിഗ്നിറ്റി ഏറ്റവും അധികം പരിഹസിക്കപ്പെടുന്ന, വലിച്ചു കീറപ്പെടുന്ന സമയം എന്ന് പറയുന്നത് അയാൾ സമൂഹ മധ്യത്തിൽ വെച്ച് നഗ്നനാക്കപ്പെടുക എന്ന് പറയുന്നതാണ്. കത്തിക്കെടുത്ത് കുത്തിയുന്നതിനേക്കാളും അപമാനകരമാണ്. കത്തിക്കെടുത്ത് കുത്തി അയാൾ മരിച്ചു, അതിലും അപമാനകരമാണ് ഒരാളെ നഗ്നനാക്കി തെരുവിലൂടെ നടത്തുക എന്ന് പറയുന്നത്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? യെസ്. അപ്പോൾ അത്രമാത്രം ഒരു എക്സ്ട്രീം ഹ്യൂമിലിറ്റിയാണ്, എക്സ്ട്രീം പബ്ലിക് ഷെയിം. ഏറ്റവും അധികം ഒരു പബ്ലിക് ഷെയിമിലൂടെ ഈശോ കടന്നു പോകുമ്പോഴും ഈശോയ്ക്ക് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ കടന്നു പോകുന്ന സമയത്ത് ഈശോ നമുക്കൊരു വസ്ത്രം തരികയാണ്. അവൻ്റെ വസ്ത്രം പറിച്ചെടുക്കുമ്പോൾ നമുക്ക് കൃപയുടെ വസ്ത്രം കിട്ടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് 4ആയി ഭാഗിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അച്ഛൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് 4 ദിക്കുകളുണ്ട്. 4 ദിക്കുകളിലുമുള്ള മനുഷ്യർക്ക് ഈശോയുടെ വസ്ത്രം പിന്നെ വസ്ത്രമായി മാറുകയാണ്. ഇനി ആരും നാണിക്കേണ്ട ആവശ്യമില്ല. തെക്കും വടക്കും
വടക്കും പടിഞ്ഞാറും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവർക്കും ഈശോയുടെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കിട്ടി. ഇനി നാണിക്കേണ്ടതില്ല. എന്തിനെയോർത്ത് നാണിക്കേണ്ടതില്ല? പാപത്തെ ഓർത്ത് നാണിക്കേണ്ടതില്ല. ആദ്യ മനുഷ്യൻ നാണിച്ച് വസ്ത്രമെടുത്ത് മരത്തിൻ്റെ പിറകിലൊളിച്ചത് എന്തുകൊണ്ടാണ്? അവൻ പാപം ചെയ്തത് കൊണ്ട് അവന് നാണം തോന്നി. അവൻ പലതും മറച്ചു പിടിച്ചു. മൊബൈൽ ഫോണിൽ പലതും നമ്മൾ മറച്ചു പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നാണം തോന്നുന്നത് കൊണ്ടാണ്. ആരും ഇത് കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാണം കെടും. അതുകൊണ്ട് മറച്ചു പിടിക്കുകയാണ്. മറച്ചു പിടിക്കുന്നത് നാണം തോന്നുന്നുണ്ട്. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോഴാണ് അവന് മരത്തിൻ്റെ പിറകിലേക്ക് ഒളിച്ചത്. ഇതാ ഈശോ പാപമില്ലാത്തവൻ മരത്തിൻ്റെ മുൻപിൽ നഗ്നനായി നിൽക്കുകയാണ്. അതായത് 10ാം സ്ഥലത്തെ സമാധാനത്തിൻ്റെ പാഠമെന്ന് പറയുന്നത് വിശുദ്ധിയുടെ പാഠമാണ്. വിശുദ്ധിയാണ് നിന്നെ സമാധാനത്തിലേക്ക് നയിക്കുന്നത്. അശുദ്ധി നിന്നെ സമാധാനക്കേടിലേക്ക് നയിക്കും. വിശുദ്ധി നിന്നെ സമാധാനത്തിലേക്ക് നയിക്കും. നിന്റെ ഹൃദയത്തിൽ പലപ്പോഴും സമാധാനം നഷ്ടപ്പെടാൻ ഇടവരുത്തിയത് അശുദ്ധിയാണെന്ന് ഓർത്തുകൊള്ളണം. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, 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 ഈശോയേ എന്ന് പറഞ്ഞാൽ ഈശോ നഗ്നനാക്കപ്പെട്ട് മരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം, ദ ഹ്യൂമാനിറ്റി, അതിൻ്റെ ആദ്യ ചൈതന്യത്തിലേക്ക്, ആദ്യ നൈർമല്യത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. നാണമില്ലാതെ പുതിയ ആദം മരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അവൻ ആദ്യ നൈർമല്യത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. പാപം ചെയ്തു കൂട്ടുമ്പോൾ നമുക്ക് എത്ര വസ്ത്രമെടുത്താലും നാണം മാറുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 10ാം സ്ഥലത്ത് നമ്മൾ പഠിക്കുന്ന പാഠം വിശുദ്ധിയുടെ പാഠമാണ്. അത് കണ്ണിൻ്റെ വിശുദ്ധിയാകാം, കാതിൻ്റെ വിശുദ്ധിയാകാം, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളുടെ വിശുദ്ധിയാകാം. വിശുദ്ധി നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. വിശുദ്ധി കൈമോശം വന്നു കഴിയുമ്പോൾ അത് യുദ്ധത്തെക്കാൾ ഭയാനകമാണ്. 11ാം സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കുന്ന സമാധാനത്തിൻ്റെ പാഠമെന്ന് പറയുന്നത് ക്ഷമയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കുരിശിൽ കിടക്കുന്ന ഈശോ, കുരിശിൽ കിടക്കുന്ന ഈശോ തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സമാധാനമുണ്ടാകുന്നത്? ക്ഷമിക്കാൻ തയ്യാറാകുമ്പോഴാണ് സമാധാനമുണ്ടാകുന്നത്. ഇന്ന് വരെ നീ എന്നോട് ചെയ്ത അതിക്രമങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഒരു രാജ്യം വേറൊരു രാജ്യത്തോട്, അല്ലെങ്കിൽ ഒരു കുടുംബം വേറൊരു കുടുംബത്തോട്, അല്ലെങ്കിൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് പറയുമ്പോൾ സമാധാനമുണ്ടാകും. ക്ഷമയാണ് സമാധാനത്തിൻ്റെ മാർഗം. രാജ്യങ്ങൾ തമ്മിൽ ക്ഷമിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മൾ പരസ്പരം ക്ഷമിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അത് നമുക്കാണ്. ചില ആളുകൾ പറയും, ചത്താലും ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർ മുട്ടുകുത്തി ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ലോകത്തിൽ സമാധാനം ഉണ്ടാക്കണമേ. നീ നിന്റെ അടുത്തിരിക്കുന്ന ആളോട് ക്ഷമിച്ചോ? അതിനൊന്നും എനിക്ക് സമയമില്ല. നിന്റെ വീട്ടുകാരോട് ക്ഷമിച്ചോ? പിന്നെ എൻ്റെ പട്ടി ക്ഷമിക്കും. കർത്താവേ, ലോകസമാധാനം. നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് ക്ഷമിക്കാതെ നമ്മൾ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, ക്ഷമിക്കുക എന്ന് പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ സമാധാനത്തിലേക്കുള്ള വഴി. നമ്മൾ മദർ തെരേസ പറഞ്ഞതുപോലെ ഓരോരുത്തരും അവരവരുടെ മുറ്റം വൃത്തിയാക്കിയാൽ ലോകം മുഴുവനും വൃത്തിയാകുമെന്ന്. ഓരോരുത്തരും അവരവരുടെ കുടുംബം വൃത്തിയാക്കിയാൽ ലോക കുടുംബം വൃത്തിയാകും. എല്ലാവരും ക്ഷമിക്കാൻ തയ്യാറായാൽ സമാധാനമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12ാമതായി പ്രിയപ്പെട്ടവരെ, ഒരു സമാധാനത്തിൻ്റെ ബലി, പാപപരിഹാരത്തിൻ്റെ ബലി നടക്കുകയാണ്. പാപങ്ങൾക്ക്, അപരം ചെയ്ത പാപങ്ങൾക്ക്, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എൻ്റെ സഹോദരൻ പരിഹാര ബലിയായി മാറി.
അതാണ് സമാധാനം എന്ന് പറയുന്നത്. പാപങ്ങൾക്ക് പരിഹാരമുണ്ട്. ആ പരിഹാരം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമാധാനമുണ്ടാകുന്നത്. യുദ്ധത്തിൽ ഒരു വീട് നശിപ്പിക്കപ്പെട്ടു. എപ്പോഴാണ് സമാധാനമുണ്ടാകുന്നത്? യുദ്ധം നിർത്തുമ്പോഴല്ല. യുദ്ധം നിർത്തി ആ വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് തിരിച്ച് മനോഹരമായൊരു വീട് നിർമ്മിച്ച് കഴിയുമ്പോഴാണ് ഒരു ചെറിയ അളവിലെങ്കിലും സമാധാനം തിരിച്ചെത്തുന്നത്. യുദ്ധം നിർത്തി എന്ന് പറഞ്ഞ് സമാധാനമുണ്ടാവുകയില്ല. യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം പുനർസ്ഥാപിക്കപ്പെടണം. ഈശോ ഇതാ മനുഷ്യന് വേണ്ടി അവന് പാപം മൂലം നഷ്ടപ്പെട്ടതെല്ലാം പുനർസ്ഥാപിക്കുന്നതിന് വേണ്ടി കുരിശിൽ പാപ പരിഹാര ബലിയായി മാറുകയാണ്. ഹല്ലേലൂയ. അതായത് അപരന്റെ പാപത്തിന് നീ പ്രായശ്ചിത്തം ചെയ്യുമോ? നിന്റെ ഭർത്താവ് ചെയ്ത പാപത്തിന് നീ പ്രായശ്ചിത്തം ചെയ്യുമോ? ഭാര്യ ചെയ്ത പാപത്തിന് നീ ഭർത്താവേ നീ പ്രായശ്ചിത്തം ചെയ്യുമോ? നമ്മൾ പറയും, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തം അവൻ ചെയ്യട്ടെ. അവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തം അവള് ചെയ്യട്ടെ. പ്രായശ്ചിത്തം ചെയ്യേണ്ടത് തെറ്റ് ചെയ്തവരാണ് അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്നതാണ് നമ്മളുടെ നോർമൽ ലോജിക്, സ്വാഭാവികമായ ലോജിക്ക്. അതാണ്. ആരാണോ തെറ്റ് ചെയ്തത് അയാൾ പരിഹാരം ചെയ്യട്ടെ. ഗ്ലാസ് പൊട്ടിച്ചത് ആരാണോ അയാളത് മേടിച്ചുകൊണ്ടെന്ന് നോക്കട്ടെ. പക്ഷേ ഈശോയുടെ ലോജിക്ക് എന്ന് പറയുന്നത് നീ ചെയ്ത പാപത്തിന് ഞാൻ പരിഹാരം ചെയ്യും എന്ന് പറയുന്ന ലോജിക്കാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ഈശോയെ പോലെ ആയിത്തീരുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. തളർവാദ രോഗിയെ തൂക്കിയെടുത്ത്, കട്ടിലിൽ തൂക്കിയെടുത്ത് ഇങ്ങനെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കുകയാണ്. ആ ഇറക്കുന്ന നേരത്ത് തളർവാദ രോഗി ഏറി കിടക്കുകയാണ്, അല്ലേ? മേൽക്കൂരയ്ക്കും തറയിൽ എത്തിയിട്ടില്ല, മുകളിൽ നിന്ന് ഇറക്കി തറയിൽ എത്തിയിട്ടില്ല. തളർവാദ രോഗി അവിടെ കിടക്കാണ്, ഏറിൽ ഇങ്ങനെ കട്ടിലിൽ തൂങ്ങിക്കിടക്കാം തളർവാദ രോഗി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തളർവാദ രോഗി ആ കട്ടിലും എടുത്ത് നടന്നുപോയി. ഇനി ചോദ്യം, ഇനി ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഏറിൽ കിടക്കുന്നവനായി ആര് നിൽക്കും അവന് പകരം? ഈശോ ഇതാ തളർവാദ രോഗിക്ക് പകരക്കാരനായി കുരിശിൽ തളർന്നു കിടക്കുകയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഏറിൽ തൂങ്ങിക്കിടക്കാം. കുരിശാകുന്ന കട്ടിലിൽ അവനിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. തളർവാദ രോഗി കട്ടിലുമെടുത്ത് എഴുന്നേറ്റ് പോയി. പക്ഷേ ഈശോ കുരിശുമെടുത്ത് ആ കുരിശിൽ നിന്നിറങ്ങി എഴുന്നേറ്റ് പോയില്ല. കാരണം തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞിരുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു പരിഹാരവും ചെയ്തിട്ടില്ല. തളർവാദ രോഗി കട്ടിലുമെടുത്ത് പോണതിന് മുമ്പ് എന്തെങ്കിലും, അയ്യോ എന്നാ ഇത്ര നാൾ ഞാൻ ചെയ്ത പാപത്തിന് എന്തെങ്കിലും പരിഹാരമായിട്ട് 500 രൂപ നിറച്ചിട്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത്. അയാൾ ഒന്നും ഒരു പരിഹാരവും ചെയ്യാതെ കട്ടിലുമെടുത്ത് എഴുന്നേറ്റ് പോയി. ഇനി തളർവാദ രോഗി ചെയ്ത പാപത്തിന് ആര് പരിഹാരം ചെയ്യും? ഈശോ പരിഹാരം ചെയ്തുകൊണ്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്ത ഓരോ കാര്യങ്ങളുമായി അത് ബന്ധിപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ അത്രയും മതി. ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അന്ധർക്ക് കാഴ്ച കൊടുത്തവൻ കുരിശിൽ മരിച്ചു കിടക്കുമ്പോൾ അവന് കാഴ്ചയുണ്ടോ? ഇല്ല. അപ്പോ അവൻ ആർക്ക് പകരമായി കണ്ണടച്ച് കിടക്കുകയാണ്? അന്ധന് പകരമായി അവൻ കണ്ണ് കാണാത്തവനായി മരിച്ചു കിടക്കുന്ന ഈശോയ്ക്ക് കാത് കേൾക്കാവോ? നാടകത്തിലാണെങ്കിൽ കേൾക്കാൻ പറ്റിയാനെ. ഇത് നാടകമല്ല. അവൻ കാത് കേൾക്കാത്തവനായി, ഹൃദയമിടിക്കാത്തവനായി, ചലനമില്ലാത്തവനായി 38 വർഷം തളർന്നു കിടന്ന തളർവാദ രോഗിക്ക് വരും. അവനിതാ തളർന്നു ചലനമില്ലാത്തവനായി. യൈറോസിൻ്റെ മകൾ മരിച്ചിരുന്നുവോ? ആ മരിച്ച മകൾക്ക് പകരമായി വിധവയുടെ മകൻ മരിച്ചു കിടക്കുകയായിരുന്നു, അവന് പകരമായി. ലാസർ മരിച്ചു കിടക്കുകയായിരുന്നു, അവന് പകരമായി. നമ്മളെല്ലാവരും മരിക്കേണ്ടതായിരുന്നു, നമുക്ക് പകരമായി അവൻ കുരിശിൽ പാപപരിഹാരമായി കിടക്കുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവരൻ്റെ പാപങ്ങൾക്ക് നീ പരിഹാര ബലിയായി മാറുമ്പോഴാണ് സമാധാനമുണ്ടാകുന്നത്. നിന്റെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ മക്കളുടെ പാപങ്ങൾക്ക് മാതാപിതാക്കൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. മരിച്ചുപോയ മാതാപിതാക്കളുടെ പാപങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മക്കൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവർക്ക് വേണ്ടി മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ പാപങ്ങൾക്ക് മക്കൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴും അതിന് വിലയുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, 13-ാം സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ട് ഒരു അൾത്താരമേശ പോലെയാണ്. അമ്മയുടെ മടിത്തട്ടിന് എന്തൊരു വലിപ്പമാണ്. നിങ്ങളുടെ മടിത്തട്ടിൽ ഒരു വയസ്സുള്ള ഒരു കുട്ടിയെ കിടത്താൻ പറ്റും. ഒരു 5 വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെ കിടത്താൻ പറ്റും? പറ്റില്ല. അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ ഒരു 33 വയസ്സുകാരനെ കിടത്തിയിരിക്കുകയാണ്. ആ ചിത്രത്തിൽ ഒരു അത് മനോഹരമാണ്, അത് മനോഹരമായ കലയാണ്. പക്ഷേ അതിൻ്റെ അളവുകൾ തെറ്റാണ്. പിയാത്തയുടെ അളവ്, ശരീരത്തിൻ്റെ അളവ് തെറ്റാണ്. കാരണം ഒരു സ്ത്രീയുടെ മടിത്തട്ടിന് അത്രയും വലിപ്പം ഉണ്ടാവില്ല. ഇല്ലേ, ഒരാളെ, ഒരു പ്രായമുള്ള ഒരാൾ മടിയിലിരുത്താൻ പോലും നമുക്ക് പറ്റില്ല. പക്ഷേ ഈ ഇത്രയും വലിയ ഒരാളെ ഇങ്ങനെ മടിയിൽ കിടത്തിയിരിക്കുകയാണ്. അത്രയും വലിയ മടിത്തട്ടാണ് അത്. മറിയത്തിൻ്റെ മടിത്തട്ട് സൂചിപ്പിക്കുന്നത് ആൾത്താരമേശയെയാണ്. ആൾത്താരമേശയിലേക്ക് ദിവ്യകാരുണ്യ അപ്പം ഇങ്ങനെ പറന്നിറങ്ങുകയാണ്. കുരിശിൽ നിന്ന് ഈശോയുടെ ശരീരം അൾത്താരമേശയിലേക്ക് വന്നിരിക്കുന്നത് പോലെ കുരിശിൽ നിന്ന് മറിയത്തിൻ്റെ മടിത്തട്ടിലേക്ക് ദിവ്യകാരുണ്യ അപ്പം വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അലങ്കാരികമായി പറഞ്ഞാൽ ഈശോ എവിടെ നിന്നാണ് പുറപ്പെട്ടു പോയത്? ഈശോ അമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ആ കുഞ്ഞ് പുറത്തേക്ക് വന്നത്. ഇതാ ഒടുവിൽ അമ്മയുടെ മടിത്തട്ടിലേക്ക് ആ കുഞ്ഞ് യുവാവായി, ചലനമറ്റവനായി മടങ്ങി എത്തിയിരിക്കുകയാണ്. ജീവനുള്ളവനായി പുറത്തേക്ക് പോയവനാണ്, ജീവനില്ലാത്തവനായി മടിത്തട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അമ്മ എന്താണ് ചെയ്യുന്നത്? ആ ശരീരത്തെ, ആ കുർബാനയപ്പത്തെ പിതാവിന് സമർപ്പിക്കുകയാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ എന്ന് പറഞ്ഞ് ഈശോയുടെ ശരീരം പിതാവിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ചിത്രമാണ് പിയാത്ത. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിലെ ജീവിതവും വരാനിരിക്കുന്ന ലോകത്തിലെ ജീവിതവും സമ്മേളിച്ച് കിടക്കുകയാണ് അമ്മയുടെ മടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ അൾത്താരയിൽ 2 ജീവിതങ്ങൾ ഇവിടെ സമ്മേളിച്ച് കിടക്കുകയാണ്. ഏതൊക്കെയാണ് ഇവിടെ സമ്മേളിച്ച് കിടക്കുന്ന ജീവിതങ്ങൾ? ഈ ലോകത്തിലെ ജീവിതം ഇവിടെ സമ്മേളിച്ച് കിടക്കുന്നുണ്ട് ഈ അൾത്താരയിൽ. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഈ അൾത്താരയിൽ ഉണ്ട്. അതുപോലെ നമ്മുടെ വരാനിരിക്കുന്ന ലോകത്തിലെ ജീവിതവും ഈ അൾത്താരയിൽ സമ്മേളിച്ച് കിടക്കുന്നു. 2 ജീവിതങ്ങൾ സമ്മേളിക്കുന്ന ഇടമാണ് ഈ അൾത്താരമേശ എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ട് ഈ അൾത്താരമേശയിൽ നീ നിന്റെ ഈ ലോകത്തിലെ ജീവിതം കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ ക്രിസ്തു സ്വർഗത്തെ ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് നിന്റെ ഈ ലോകത്തിലുള്ള ജീവിതത്തിലേക്ക് സ്വർഗീയ ജീവിതം ലയിപ്പിച്ചു തരും, അത് സമ്മേളിപ്പിച്ചു തരും. പിന്നെ നിനക്ക് സ്വർഗത്തിലേക്ക് ഈ അൾത്താരയിൽ നിന്ന് ഉയർത്തപ്പെടുക എന്നതേ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരലോകത്തെക്കുറിച്ച്, സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ആശങ്ക ഇല്ലാത്തത്, ഭയമില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ അൾത്താരമേശയിൽ നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തെ പരലോകത്തിലുള്ള ജീവിതവുമായി ലയിപ്പിച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് മരിക്കാൻ ഭയമില്ല, സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ആശങ്കയില്ല, നരകത്തെക്കുറിച്ച് പേടിയില്ല. കാരണം നമ്മുടെ ജീവിതം ഈ അൾത്താരമേശയിൽ ലയിപ്പിച്ചിരിക്കുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അവസാനമായി 14-ാമതായി നമ്മൾ ഒരു സമാധാന കാഴ്ച കാണുന്നത് കുഴിമാടമാണ്. കുഴിമാടം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. കുഴിമാടം നമ്മുടെ പ്രത്യാശയുടെ ഇടമാണ്. എന്താണ് ആ പ്രത്യാശ? ഈ ലോകത്തിൽ ഈശോ, നമ്മുടെ തന്നെ ശരീരം സ്വീകരിച്ച ഈശോയുടെ മരണം ഒരു മിഥ്യയായിരുന്നില്ല, ഒരു കൺകെട്ട് വിദ്യയായിരുന്നില്ല. ഈശോയുടെ മരണം യഥാർത്ഥമായിരുന്നു. അവൻ്റെ ശരീരം ചലനമറ്റത് അതൊരു കെട്ടുകാഴ്ചയായിരുന്നില്ല. അവൻ യഥാർത്ഥത്തിൽ കുഴിമാടത്തിൽ അടക്കം ചെയ്യപ്പെടുകയും അത് സീൽ വയ്ക്കപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം, ശരീരം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം. ശരീരത്തിനും അപ്പുറം ഇതാ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. മരണത്തെ തോൽപ്പിക്കാൻ ശക്തിയുള്ള ചൈതന്യമാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യം. നീ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു മരണം പോലും നിന്നെ എന്നേക്കുമായി ഇല്ലാതെയാക്കുകയില്ല. നിന്നെ എന്നേക്കുമായി ഇല്ലാതെയാക്കാനുള്ള മരണത്തിൻ്റെ ആ കൊമ്പ്, മരണത്തിൻ്റെ മുള്ള് ഇതാ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. നീ ക്രിസ്തുവിനോടുകൂടെയാണ് മരിക്കുന്നതെങ്കിൽ നീ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. നീ ക്രിസ്തുവിനോടുകൂടെയാണ് മരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. നീ ക്രിസ്തുവിനോടുകൂടെയല്ല എങ്കിൽ നീ ഈ ഭൂമിയിൽ കടന്ന് ചീഞ്ഞളിയും. അപ്പോൾ ചോദ്യം, നിന്റെ ജീവിതവും മരണവും ക്രിസ്തുവിനോടുകൂടെയാണോ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണോ? 73-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവർ നശിച്ചു പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകാൻ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ്? കർത്താവിൽ നിന്ന് അകന്നു പോയാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്ത് കിട്ടും? നശിച്ചു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം, അങ്ങിൽ നിന്ന് അകന്നു പോകുന്നവർ നശിച്ചു പോകുന്നു, അങ്ങയോട് കാപഢ്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും. സങ്കീർത്തനങ്ങൾ 73:27. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവർ, കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവർ നശിച്ചു പോകുന്നു. നശിച്ചു പോകുന്നു. 28-ാമത്തെ വചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഈ 1 മണിക്കൂറിലധികമുള്ള ഈ സമയം വചനം കേൾക്കാനും കർത്താവിനെ ആരാധിക്കാനും ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നതിനെ ഓർത്ത് നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് നമ്മോട് പറയുകയാണ്, അവസാനത്തെ വചനം നമുക്ക് പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കാം. 73:28 സങ്കീർത്തനം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിന് ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. ചുറ്റും ഭീതിയുള്ള സമയം, മിസൈലുകൾ ഒക്കെ വന്നു വീഴുന്ന, ബോംബുകൾ വന്നു വീഴുന്ന ഒരു സമയം, ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്ന സമയം, വിദ്യാലയങ്ങൾ അടഞ്ഞു കിടക്കുന്ന സമയം, ബിസിനസ്സുകൾ നടക്കാത്ത സമയം, പലതരത്തിലുള്ള സാമ്പത്തിക ക്രൈസിസുകളിലൂടെ കടന്നു പോകുന്ന സമയം, സ്പിരിച്വൽ ക്രൈസിസ്, പൊളിറ്റിക്കൽ ക്രൈസിസ്, ഫാമിലി ക്രൈസിസ്, ഫിനാൻഷ്യൽ ക്രൈസിസ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഈ സമയങ്ങളിലെല്ലാം നമുക്ക് ഹൃദയത്തോട് ചേർന്ന് വയ്ക്കാനുള്ള വചനമാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്നത് പോലെ, അത്തിമരം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതെയായാലും ഞാൻ എൻ്റെ കർത്താവിൽ
ആനന്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവാചകൻ 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്ക്കളില്ലാതെയായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതെയായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യം എന്തു തന്നെയാണെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ശക്തമായൊരു അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും മേൽ വന്നിറങ്ങുന്നതിന് വേണ്ടി തീഷ്ണതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മേൽ ശക്തമായൊരു അഭിഷേകം പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി. പ്രിയപ്പെട്ടവരെ, തിരുരക്തക്കടലിൽ ഞങ്ങളെ കഴുകണമേ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നൊരു സമയമാണ്. ശക്തമായൊരു അഭിഷേകം ദേശങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ യുദ്ധം അവസാനിക്കാനും സമാധാനമുണ്ടാകാനും ദേവാലയങ്ങളൊക്കെ തുറക്കപ്പെടാനും എല്ലാ സ്ഥാപനങ്ങളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കാനും ജീവിതം പഴയ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ആയിത്തീരാനും വേണ്ടി ആഗ്രഹിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, അവിടത്തോടുള്ള നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിയെത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുരക്തക്കടലിൽ കഴുകുകയും മുക്കുകയും ചെയ്യണമെന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കാം. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടിക്കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. രക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടിക്കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കുരിശിൽ ഈശോ മിശിഹാ ചിന്തിയ തിരുരക്തത്തിനഭിഷേകം, ഈശോ മിശിഹാ ചിന്തിയ തിരുരക്തത്തിനഭിഷേകം, കുരിശിൽ ഈശോ മിശിഹാ ചിന്തിയ തിരുരക്തത്തിനഭിഷേകം, ഈശോ മിശിഹാ ചിന്തിയ തിരുരക്തത്തിനഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ 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 തിരുരക്തത്തിനഭിഷേകം, ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിനഭിഷേകം, ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിനഭിഷേകം, 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 തിരുരക്തത്തിനഭിഷേകം,
തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം. കരങ്ങൾ ഉയർത്തി പരമടിച്ച് പാടാം. അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ കക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഒരിക്കൽ കൂടെ നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹം പ്രാപിക്കാൻ ഓരോരുത്തർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം കരങ്ങൾ ഉയർത്തി. അനുഗ്രഹം പ്രാപിക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, എത്രമാത്രം ശബ്ദത്തോടെ ശക്തിയോടുകൂടെ 100 ഇരട്ടി അഭിഷേകത്തോടുകൂടെ 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്തം. പ്രിയപ്പെട്ടവരെ, ഈശോ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുകയാണ്. നമുക്ക് വേണ്ടിയും പ്രപഞ്ചം മുഴുവന് വേണ്ടിയും നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഒരുപക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഒരാളായിരിക്കാം ഈ ആശീർവാദം സ്വീകരിക്കാം. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലൂടെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങൾ, ദേശങ്ങൾ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ദിവ്യകാരുണ്യ മുഖത്തിൽ നിന്ന്, തിരുമുഖത്തിൽ നിന്ന് പകരപ്പെടുന്ന ആ കൃപയുടെ കുത്തൊഴുക്കിൻ്റെ മഹാതരംഗങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നതായിട്ട് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ദൈവമക്കളിപ്പോൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ, ദേശത്തിൻ്റെ മേൽ, രാജ്യത്തിൻ്റെ മേൽ, ലോകത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പ്രിയപ്പെട്ട മക്കളെ, പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, രോഗികളായി കഴിയുന്നവരുണ്ട്, യുദ്ധത്തിൽ പരിക്കേറ്റവരുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ ഭീതിയിൽ കഴിയുന്നവരെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എല്ലാവരെയും, രോഗികളായ ഭവനങ്ങളിൽ, ആശുപത്രികളിൽ കഴിയുന്നവർ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർ, എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ഈ പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ 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 ഈശോയേ. സാധിക്കുന്നവരെ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമാധാന രാജാവായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ വസിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ വിലയിൽ നിന്നുള്ള ശുശ്രൂഷകൾ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതിന് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന യൂട്യൂബ് ലിങ്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ വിലാപ്പള്ളിയിൽ നിന്നുള്ള ശുശ്രൂഷകൾ മുടക്കം കൂടാതെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതുമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളെ കണ്ടുമുട്ടാൻ, വിശ്വാസത്തിൽ കണ്ടുമുട്ടാൻ, സ്നേഹത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂട്ടായ്മയെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വഴി നടത്തട്ടെ, ഈശോ കാവൽ നിൽക്കട്ടെ, ഈശോ കൂടെ ഉണ്ടാകട്ടെ. അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യവും ചൊല്ലുന്നതിൻ്റെ കൂടെ 21 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു ജപമാല പൂർത്തിയാക്കുമ്പോഴേക്കും 105 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഈശോയേന്ന് വിളിച്ച്, യേശുനാമം വിളിച്ച് കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് വലിയൊരു അഭിഷേകമായിരിക്കും എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ അച്ഛനെയും ഓർക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഈ ശുശ്രൂഷയിലേക്ക് അച്ഛനെ ക്ഷണിച്ച് സ്റ്റീഫൻ അച്ഛന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു.